60ാമത്തെ വർക്ക്ഷീറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസസ്, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് 60ാമത്തെ വർക്ക്ഷീറ്റിൽ പ്രധാനമായിട്ട് പറയുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കുക, ഇതാണ്. The height of a building is 100√3 meter. Height of a building is 100√3 meter. The top of the building is observed from a point at the distance 10 meter from the foot of a building. അതായത് ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇതാണ് ഗ്രൗണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗം. ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 100 മീറ്റർ, 100√3 മീറ്റർ എന്നാണ് പറയുന്നത്. ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ് ഈസ് ഒബ്സർവ്ഡ് ഫ്രം എ പോയിന്റ് അറ്റ് ദ ഡിസ്റ്റൻസ് 100 മീറ്റർ ഫ്രം ദ ഫുട്ട് ഓഫ് ദ ബിൽഡിംഗ്. ഇവിടെ നിന്ന് ഒരു 100 മീറ്റർ അകലെ നിന്നുകൊണ്ട് ഇതിൻ്റെ മുകളിലേക്കാണ് നോക്കുന്നത്. ചുവട്ടിൽ നിന്ന് 100 മീറ്റർ മാറി നിന്ന് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ കണ്ടോ, നോക്കുന്നു. 100 മീറ്റർ ഫ്രം ദ ഫുട്ട് ഓഫ് ദ ടവർ. ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ് ഈസ് ഒബ്സർവ്ഡ് അറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് അറ്റ് ദ ഡിസ്റ്റൻസ് 100 മീറ്റർ ഫ്രം ദ ഫുട്ട് ഓഫ് ദ ടവർ. ഇതാണ് സിറ്റുവേഷൻ. ഇപ്പോൾ ഡ്രോ എ റഫ് ഡയഗ്രാം. അപ്പോൾ ഈ കാണുന്ന ഡയഗ്രാം ABC എന്നൊക്കെ പേര് കൊടുക്കാം നമുക്ക് ആ ട്രയാങ്കിളിന്. കാരണം നമുക്ക് റൈറ്റ് ട്രയാങ്കിളാണ് ഇവിടെ പ്രധാനപ്പെട്ടത്. ഓക്കെ, വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ? ദിസ് ഈസ് ആംഗിൾ ഓഫ് എലിവേഷൻ. ഇതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ, എക്സ്. ദിസ് ഈസ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇൻ ദിസ് റൈറ്റ് ട്രയാങ്കിൾ, ഇൻ ട്രയാങ്കിൾ ABC, angle B is equal to 90 degree. B 90 degree ആണ്, ക്ലിയർ. ഇൻ ട്രയാങ്കിൾ ABC ആംഗിൾ B is equal to 90 degree. ഇത് 90 ഡിഗ്രി ആണ്. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എക്സ് ഈസ് 100√3. adjacent side is 100. Opposite side by adjacent side. Opposite side is known, adjacent side is also known. Opposite side 100√3, adjacent side 100. Therefore, we can say tan x is equal to 100√3 by 100. ഇത് √3 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ tan x is equal to √3. ഒരു ആംഗിളിൻ്റെ ടാൻ √3 വരണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം, ഒന്ന് തിരിച്ചാലോചിക്കണം. tan 60 is √3. Therefore, tan of an angle is √3. That angle will be 60 degree. ഒന്ന് തിരിച്ചാലോചിക്കുക. വളരെ ഷാർപ്പായിട്ട് നന്നായിട്ട് ചിന്തിക്കേണ്ട ഒരു പാഠഭാഗമാണിത്. അപ്പം 30, 60, 90 ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടിയും എല്ലാം വ്യക്തമായിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് കടക്കാനായിട്ട്. ഇപ്പോൾ ടാൻ ഓഫ് ആൻ ആംഗിൾ ഇസ് √3. Therefore, that angle is equal to 60 degree. Therefore, angle of elevation is equal to 60 degree എന്ന് പറയാം. If the angle of elevation is 45, വീണ്ടും ഇവിടെ പറയുകയാണ്, ഇഫ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഈസ് 45, ആംഗിൾ ഓഫ് എലിവേഷൻ 45 ആണെങ്കിൽ, ആംഗിൾ ഓഫ് എലിവേഷൻ 45 ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും ചിത്രം, അല്ലേ? അതായത് ഈ ആംഗിൾ 45 ആണ്, ഇത് 90 തന്നെയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും 45 ആണ്. ദിസ് ഈസ് എ 45, 45, 90 റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ സപ്പോസ് PQR. അപ്പോൾ PQR is a 45, 45, 90 triangle. ഇതൊരു 45, 45, 90 ട്രയാങ്കിളാണ്. സ്വാഭാവികമായിട്ടും
ഇതിൻ്റെ രണ്ടിൻ്റെയും എത്ര ലെങ്ത്ത് ഈക്വൽ ആയിരിക്കും. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഫുട്ട് ഓഫ് ദ ബിൽഡിംഗ് ടു ദ പോയിൻ്റ് ഓൺ ദ ഗ്രൗണ്ട്? കണ്ടോ, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇഫ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഈസ് 45 ഡിഗ്രി, ഇതിപ്പോൾ 10√3 ആണെങ്കിൽ 100√3 ആണെങ്കിൽ ഇതും 100√3 തന്നെ ആയിരിക്കും. അതായത് ഇത് 45 ആണെങ്കിൽ ദീസ് ടു സൈഡ്സ് ആർ ഈക്വൽ. ദോ പി ക്യൂ ഈസ് ഈക്വൽ ടു ക്യു ആർ എന്ന് പറയാനായിട്ട് സാധിക്കും. എത്രയാണ് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഹൈറ്റ് 100√3 ആണ് എങ്കിൽ ഇതും 100√3 തന്നെ ആയിരിക്കും. ഈസ് ഈക്വൽ ടു 100√3 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 100√3 ആണ്. മാറുന്നത് ഇതാണ്. ഇതിങ്ങോട്ടും മാറുന്നതനുസരിച്ച് ഈ ഡിസ്റ്റൻസാണ് മാറുന്നത്. ബിൽഡിങ്ങിൻ്റെ ഉയരം ഒരിക്കലും മാറില്ലല്ലോ. അത് 100√3 ആണെങ്കിൽ ഇത് 45 ആകുമ്പോൾ 100√3 തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 100√3. ബിൽഡിങ്ങിൻ്റെ ഉയരം മാറുന്നില്ല, ഡിസ്റ്റൻസാണ് മാറുന്നത്. അതിനനുസരിച്ച് ആംഗിളും മാറുന്നു. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഒന്നാമത്തെ ചോദ്യം അതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ചോദ്യം എങ്ങനെയാണ്? കളയട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, the height, the string of a kite is 100 meter long and it makes 60 degree with the horizontal. ഒരു കൈറ്റ്, ഇത് ഹൊറിസോണ്ടൽ ഗ്രൗണ്ട്. ദിസ് ഈസ് എ കൈറ്റ്. ഇവിടെ നിന്നാണ് ഒരു കുട്ടി പട്ടം പറപ്പിക്കുന്നത്, കൈറ്റിംഗ് എന്നൊക്കെ. ഇറ്റ് മേക്സ് 60 degree with the ground. A string of a kite is 100 meter and it makes 60 degree with the horizontal. Draw a diagram. ഇപ്പോൾ കൈറ്റ് നിൽക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഇവിടെ ആയിരിക്കും ഒരു പക്ഷേ കൈറ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരക്കാം. ഇതാണ് ഹൈറ്റ്. ഓക്കെ, എച്ച് എന്ന് പറയാം. ഓക്കെ, ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ കൈറ്റ്. ഈ കൈറ്റിൻ്റെ ഉയരം കാണുക. അസ്യൂമിങ് ദാറ്റ് ദർ ഈസ് നോ സ്ലാക്ക് ഇൻ ദ സ്ട്രിങ് ഒട്ടും വളഞ്ഞിട്ടില്ലെങ്കിൽ, അതായത് അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഹൈറ്റ് എത്രയാണെന്ന് നമുക്ക് പറയാം. 60 ഡിഗ്രി, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതാണ് ഹൈറ്റ് കണ്ടുപിടിക്കേണ്ടത്. ഹൈപ്പോട്ടൻസ് അറിയാം. ഈ പടം വരച്ചിട്ട് എ എന്ന് പറയുന്ന ഫിഗർ, ബി എന്ന് പറയുന്ന ഇതിൽ നിന്ന് സൈൻ 60 ഈസ് ഈക്വൽ ടു h/100. സൈൻ 60 ഈസ് ഈക്വൽ ടു √3/2 ഈസ് ഈക്വൽ ടു h/100. ദാറ്റ് ഈസ് 100√3 ഈസ് ഈക്വൽ ടു 2h. h ഈസ് ഈക്വൽ ടു 100√3/2. ദാറ്റ് ഈസ് 50√3 മീറ്റർ എന്നെഴുതാൻ സാധിക്കും. അപ്പോൾ ഇത് 50√3 മീറ്റർ എന്ന് എഴുതാം. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. രണ്ട് പാർട്ടായിട്ടാണ് കിടക്കുന്നത്, കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെ ഇരിക്കുന്നു. അതായത് ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്, നേരത്തെ ചെയ്തൊരു ചോദ്യം തന്നെയാണ്. ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ഈസ് ഒബ്സർവ്ഡ് ഫ്രം എ പോയിന്റ് അറ്റ് ദ ഡിസ്റ്റൻസ് എ ആൻഡ് ബി ഫ്രം ദ ഫുട്ട് ഓഫ് ദ ബിൽഡിംഗ് ഓൺ ഐദർ സൈഡ്. ഒരു ബിൽഡിംഗ് ഇവിടെ നിൽക്കുകയാണ്, ഗ്രൗണ്ട്, ഇതൊരു ബിൽഡിങ്. ഇവിടെ നിന്ന് എ മാറിയൊരു പോയിൻ്റ്, ദിസ് ഈസ് ദ പോയിൻ്റ് എ, ദിസ് ഈസ് ദ പോയിൻ്റ് ബി. ഓക്കെ, ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എയും ഈ ഡിസ്റ്റൻസ് ബിയുമാണ്. ഓക്കെ, and this is 30 degree and this is 60 degree. Draw the diagram. See, നമുക്ക് പറയാം ഇതാണ് എച്ച്. If h is the height of the building,
Prove that h is equal to root of AB. അപ്പോൾ in triangle APC, h by A is equal to tan 60. That is equal to root 3. h by B is equal to tan 30. That is equal to 1 by root 3. ഇത് രണ്ട് ഇക്വേഷൻസ് ആണ്. h by A is equal to root 3. h by B is equal to root 3. 1 by root 3. Multiply ചെയ്താൽ this is equation 1 and this is equation 2. Equation 1 into equation 2 gives h by A into h by B is equal to root 3 into 1 by root 3 എന്ന് എഴുതാം. That is h squared by AB is equal to 1. That is h square is equal to AB, h is equal to എന്താണ്? h is equal to root of AB. ഇങ്ങനെ എഴുതാം നമുക്ക്. h is equal to root of AB എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ക്വസ്റ്റ്യനായിട്ട് കിടക്കുന്നത് ചോദ്യം നോക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് one side of a triangle is 8 centimeter, one side of a triangle is 8 centimeter and angles at the ends are 60 and 45. Triangle 60 degree, this is 45 degree. Okay, this is 45 degree and this is 60 degree. One side of a triangle is 8 centimeter. ABC എന്ന് പേര് കൊടുക്കുക. ABC. ചോദ്യം, ഡ്രോ എ റഫ് ഡയഗ്രാം. നമുക്ക് ഇതാണല്ലോ ഡയഗ്രാം. ബി, കാൽക്കുലേറ്റ് ദ ഓൾട്ടിറ്റ്യൂഡ് ഫ്രം ദ സൈഡ് ഹിയർ. ഈ ഓൾട്ടിറ്റ്യൂഡ് ഇതാണ് പി. നമുക്ക് പറയാം ട്രയാങ്കിൾ ഓൾട്ടിറ്റ്യൂഡ് ഈസ് CP is the altitude. CP is the altitude. Triangle APC is a 45-45-90 triangle. 45-45-90 triangle. Therefore, AP is equal to PC is equal to say x എന്ന് എടുക്കുക. ഈ ദൂരം x ആണെങ്കിൽ ഈ ദൂരവും x തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടത്തോളം 8 ആണെന്ന് നമുക്കറിയാം അല്ലേ. Therefore PC is equal to 8 minus x. This is 8 minus x. Therefore PB is equal to 8 minus x. വീണ്ടും പറയുന്നു നമ്മൾ ട്രയാങ്കിൾ CPB is a 30-60-90 triangle. Okay. 30-60-90 triangle. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? This is 60 degree. Therefore this angle is, ഈ ആംഗിൾ 30 degree ആയിരിക്കും. 60 degree. This is 90 degree. നമുക്കറിയാം 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് സൈഡ് ഓപ്പോസിറ്റ് ടു 30. സൈഡ് ഓപ്പോസിറ്റ് ടു 30. സൈഡ് ഓപ്പോസിറ്റ് ടു നേരെ എഴുതാതെ നമുക്ക് ടാൻ 60. ഇപ്പോൾ നമ്മളിത് പഠിച്ചു കഴിഞ്ഞതാണല്ലോ. 60 ടാൻ 60 ഈസ് ഈക്വൽ ടു tan 60 is equal to x by 8 minus x. ഇത് പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് നമുക്കിത് എഴുതാം. tan 60 is equal to x by 8 minus x. tan 60 is equal to root 3. root 3 is equal to x by 8 minus x. Cross multiplying root 3 into 8 minus x is equal to x.
ദാറ്റ് ഈസ് വീണ്ടും നമ്മളിത് കളഞ്ഞു കഴിഞ്ഞ് ഇട്ട് നമുക്കൊന്നും കൂടി എഴുതി നോക്കാം. ദാറ്റ് ഈസ് 8√3 minus √3x is equal to x. That is 8√3 is equal to x plus √3x. That is 8√3 is equal to x നമുക്ക് പുറത്തെടുക്കാം. ഇവിടെ നിന്ന് 1 ഉണ്ട് ഇവിടെ 1 പ്ലസ് √3. ഇത് മനസ്സിലാക്കുക. ഇവിടെ നിന്ന് എക്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 1 ആണ്. 1 ഇൻറ്റു എക്സ് എക്സ് 1 ഇൻറ്റു √3 ഇൻറ്റു എക്സ് √3x. Therefore x is equal to 8√3 by 1 plus √3 എന്ന് എഴുതാം. ഇതാണ് ഹൈറ്റ്. വീണ്ടും ചോദിക്കുന്നു വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഏരിയ വളരെ നിസ്സാരമായിട്ട് എഴുതിയാൽ മതി. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് ഈസ് 8√3 by 1 plus √3. അതായത് 64 by 2, that is 32. ഇത് 64 ആണ്, 2 താഴെയുണ്ട്. 32√3 by 1 plus √3 എന്ന് എഴുതാം. ഇതാണ് 4ാമത്തെ ചോദ്യം. ഇത്രയും കാര്യങ്ങളാണ് ഈ വർക്ക്ഷീറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഏതാനും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് പഠിച്ചിട്ട് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പിന്നീട് ആലോചിക്കാം.